Hi, my name is Rose Rita. ഞാനിപ്പോൾ ഹംഗറിയിലെ ക്യാപിറ്റൽ സിറ്റിയായ ബഡാപെസ്റ്റിലെ സെമൽവൈസ് യൂണിവേഴ്സിറ്റിയിൽ ബാച്ചിലേഴ്സ് ഇൻ ഫിസിയോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ ഹംഗറിയിൽ വന്നിട്ട് ഓൾമോസ്റ്റ് 2 months ആവാറായി. എന്നെ ഇവിടെ വരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തത് എറണാകുളത്തെ തേർഡ് വേവ് ഓവർസീസ് ഏജൻസിയാണ്. ഞാൻ +2 തൊട്ട് തന്നെ പ്ലാൻ ചെയ്യുമായിരുന്നു അബ്രോഡ് സ്റ്റഡീസിന് വേണ്ടി പോകാമെന്നുള്ള ബേസിൽ. അപ്പോൾ ഞാൻ ഈ ഒരു ഏജൻസിനെ അപ്രോച്ച് ചെയ്യുന്നതിന് മുമ്പ് വേറൊരു ഏജൻസി വഴി ഞാൻ സ്റ്റഡീസിൽ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ എനിക്ക് ഒരു ബാഡ് എക്സ്പീരിയൻസ് ആണ് ആ ഒരു ഏജൻസിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. കാരണം ഇറ്റലിയിലാണ് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ വിസ പ്രൊസീജിയേഴ്സ് ആണെങ്കിലും എൻ്റെ സ്റ്റഡി ബേസ് ആണെങ്കിലും ഒന്നും ശരിയായില്ല. എനിക്ക് പ്രീ റെഫ്യൂസൽ ലെറ്ററാണ് എനിക്ക് വിസ അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത്. അതുപോലെ തന്നെ ഞാൻ ഫിസിയോതെറാപ്പി ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ എനിക്ക് ഫിസിയോതെറാപ്പി അല്ല എനിക്ക് ഇറ്റലിയിൽ കോഴ്സായിട്ട് കിട്ടിയത്. അപ്പോൾ അത് കഴിഞ്ഞ് ഓൾമോസ്റ്റ് ഞാനൊരു ബാഡ് എക്സ്പീരിയൻസ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇനി എന്ത് ചെയ്യുമെന്നുള്ള ഒരു ഇതിൽ നിൽക്കുന്ന ടൈമിലാണ് ഞാൻ ഇനി വേറെ ഏജൻസിനെ അപ്രോച്ച് ചെയ്യാം, അവരെന്താ പറയണമെന്ന് നോക്കാം എന്നുള്ള രീതിയിൽ അങ്ങനെ കുറേ ഏജൻസിനെ ഞാൻ കോൺടാക്ട് ചെയ്തു. അവസാനം കോൺടാക്ട് ചെയ്ത ഏജൻസിയാണ് തേർഡ് വേവ് ഏജൻസി എന്ന് പറയുന്നത്. കോൺടാക്ട് ചെയ്ത ഉടനെ തന്നെ കൗൺസിലറെയാണ് ഞാൻ ആദ്യം കോൺടാക്ട് ചെയ്തത്. ആ ചേച്ചി എന്താണ് കാര്യങ്ങൾ, ഇങ്ങനെയാണ്, എങ്ങനെ ചെയ്യണം എന്ന് വിളിച്ചപ്പോൾ തന്നെ എനിക്ക് ആ ഒരു ക്ലിയറൻസ് കിട്ടി. അപ്പോൾ തന്നെ ഡയറക്റ്റായിട്ട് ഓഫീസിൽ പോയി ഞാൻ മീറ്റ് ചെയ്തു അവരെ. ഫസ്റ്റ് തൊട്ട് ഈ ഒരു നിമിഷം വരെ ഓരോ കാര്യങ്ങളും എങ്ങനെയാണ് ഓരോ പ്രൊസീജിയേഴ്സ് ചെയ്യേണ്ടത്, കാരണം എനിക്ക് റെഫ്യൂസൽ കിട്ടിയത് കൊണ്ട് തന്നെ ഓരോ ഡൗട്ട്സും റീസൺസും എന്തുകൊണ്ടാണ് കിട്ടിയത് എന്നുള്ളതെല്ലാം ക്ലിയർ ചെയ്ത് എങ്ങനെ ചെയ്താൽ ഓക്കെ ആകും എന്നൊക്കെ എല്ലാം നോക്കിയിട്ടാണ് ഓരോ സ്റ്റാഫ്സും അവിടെ എന്നെ വിസക്ക് വേണ്ടി പോകാൻ വേണ്ടി നോക്കിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വിസ കിട്ടി. ഞാനിപ്പോൾ ഇവിടെ വന്നു. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് അവരുടെ എല്ലാ കാര്യത്തിനും. അതുപോലെ തന്നെ എല്ലാ സ്റ്റാഫ്സും ഭയങ്കര ഫ്രണ്ട്ലി ആണ്, ഭയങ്കര ഇൻഫോർമേറ്റീവ് ആണ്. അപ്പോൾ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. അപ്പോൾ ഇനി ആരെങ്കിലും അബ്രോഡ് സ്റ്റഡീസ് നോക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നല്ലൊരു ഓപ്ഷനാണ് തേർഡ് വേവ് ഓവർസീസ്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്.